അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒടുവിൽ അറബി അത് തീരുമാനിക്കുന്നു. മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഫർസാനയെ നിക്കാഹ് കഴിക്കുക, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അല്ലാതെ എത്രയെന്ന് കരുതി അവളിങ്ങനെ കബളിപ്പിച്ച് ജീവിക്കാനാവും? അതുമാത്രമല്ല, എനിക്കും അതിന് സാധിക്കാതെ വന്നിരിക്കുന്നു. ഫർസാനയെ പലവട്ടമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, പല സ്ഥലങ്ങളിലായിട്ട്, പല രീതികളിലായിട്ട്. പക്ഷേ അതെല്ലാം എൻ്റെ കണ്ണുകളിലെ തെറ്റുകളിലേക്ക് നയിക്കുകയാണ്. അറിയാതെ ഞാനങ്ങ് നോക്കിപ്പോകും. എന്തൊക്കെ തന്നെയായാലും ഒരു പെണ്ണല്ലേ അവൾ. യുവതിയായ സുന്ദരിയായ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നോട്ടങ്ങൾ അങ്ങോട്ടായി മാറും. പ്രത്യേകിച്ച് ഞാനും അവളും പലപ്പോഴും തനിച്ചാകുവാൻ വേണ്ടി ജെയ്ത്തൂൻ ബീവി ഒരുക്കുന്ന ആ ഒരു നിമിഷങ്ങൾ, അതിലാണ് കൂടുതൽ അകപ്പെട്ടു പോകുന്നത്. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, പ്രസവം കഴിയട്ടെ. അവളുടെ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നിക്കാഹിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കണം. അവളോട് ഒന്ന് ഉള്ളു തുറന്ന് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി. ആ ദിവസം അതാ ഫർസാനയുടെ അടുക്കലേക്ക് അറബി എത്തുന്നു. ഫർസാന, ആ അർബ, ഇരുന്നോളൂ. ആ പിന്നെ ഫർസാന, കാര്യങ്ങളെ എനിക്കും നിനക്കും എല്ലാം അറിയാം. നമ്മൾ ഇതുവരെ തെറ്റൊന്നും ചെയ്യാതെ പിടിച്ചു നിന്നു. പാവം എൻ്റെ ജെയ്ത്തൂൻ ബീവി, അവളൊന്നും അറിയുന്നില്ല. പക്ഷേ എനിക്കൊരു നിർദ്ദേശം നിന്നോട് പറയുവാനുണ്ട്. നിനക്ക് താല്പര്യമെങ്കിൽ നമുക്കതിനുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കാം. അതല്ല എങ്കിൽ നീ കൃത്യമായിട്ടും മുറിച്ചു പറയണം. അറബിയുടെ വാക്കുകൾ കേട്ട് അവൾ ഒന്ന് ഞെട്ടി. എന്തിന്? പരിശുദ്ധനായ അറബിയാണ് അദ്ദേഹം. അത്രക്കും വലിയ ഒരു കോടീശ്വരനായ അറബി. അദ്ദേഹം എൻ്റെ മുമ്പിൽ എപ്പോഴും നല്ലവനായേ കഴിഞ്ഞിട്ടുള്ളൂ. പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറബികളുടെ വീട്ടിലേക്ക് ജോലിക്ക് വന്നാൽ അവർ പല രീതിയിലും ഉപദ്രവിക്കും. പെണ്ണുങ്ങളെ കണ്ടാൽ ചിലർ വെറുതെ വിടില്ല എന്നൊക്കെ. പക്ഷേ ഇങ്ങനൊരു അറബി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ലൊരു സ്വാലിഹായ മനുഷ്യൻ. റബ്ബേ, ഇങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? സാധാരണ അറബികളെന്ന് പറയുമ്പോൾ തന്നെ പലർക്കും മറ്റൊരു രീതിയിലാണ് എല്ലാവരും ചിന്തിക്കാറുള്ളത്. ഓ, അറബിയാണോ, എന്നാൽ പിന്നെ പെണ്ണുങ്ങളെ തികയൂല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അറബിയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പത്തരമാറ്റ് തനി തങ്കം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരിക്കലും അദ്ദേഹം എത്രയോ ചാൻസ് ഉണ്ടായിട്ടും എൻ്റെ അടുക്കലേക്കൊന്ന് വരികയോ എന്നോട് അനാവശ്യമായൊന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും പറയുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. അല്ലാ, അദ്ദേഹത്തിൻ്റെ ഈമാൻ നീ നിലനിർത്തി കൊടുക്കല്ല. അപ്പോഴും ഫർസാന അതാണ് ദുആ ചെയ്തത്. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റുപറ്റി, ഇനി ആരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ല എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സമയം നാട്ടിൽ ഉസ്താദിൻ്റെ വീട്ടിൽ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന് ഏറെക്കുറെ അസുഖം ഭേദമായി തുടങ്ങിയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. എങ്കിലും ക്ഷീണം കാരണം അന്നുകൂടെ അവിടെ നിൽക്കുകയായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ സമയം സീനത്ത്, അതേ, നിങ്ങൾ ഉസ്താദിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ആ പിന്നെ, എന്നാൽ പോകാൻ നോക്കിക്കോളി. സീനത്തെ, നീ ഒന്ന് ക്ഷമിക്ക്. 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മദ്രസ തുറന്നു അല്ലേ? മദ്രസയിലേക്ക് പോക്കും തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് തുറക്കുന്നതിന് മുമ്പ് പോയിക്കോളൂ. അതിനെന്താ, പകരാരെങ്കിലും ഏൽപ്പിച്ച് പോവാലോ. നീ എന്തിനാ കിടന്ന് തുള്ളുന്നത്? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. നല്ലതിന് വേണ്ടിയല്ലായിരുന്നു മൂപ്പരുടെ ഹോസ്പിറ്റലും ആ കിടത്തും മരുമകനെ അല്ല ശിഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? എന്താ നീ പറഞ്ഞത്? ഏയ് ഒന്നുമില്ലേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവളെന്തോ മനസ്സിൽ വെക്കുന്ന പോലെയാണ് ഉസ്താദിന് മനസ്സിലായത്. നീ എഴുതാപ്പുറം ഒന്നും വായിക്കരുത്. എനിക്കെല്ലാം അറിയാം. നിങ്ങൾ എത്ര ദിവസം ആ സ്ത്രീയുടെ കൂടെ തനിച്ച് ഹോസ്പിറ്റലിൽ നിന്നും? നിങ്ങളൊരു ഉസ്താദാണല്ലോ. ഉസ്താദുമാർക്ക് അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ഒരു സ്വഭാവമുണ്ട്. സീനത്തെ, അനാവശ്യം പറയരുത്. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഉണ്ടാവും എന്ന് കരുതിയിട്ട് എല്ലാവരെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്തരുത്. മനസ്സിലായല്ലോ? സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ ഈ ഒരു വസ്ത്രത്തെ മാനിച്ചുകൊണ്ടെങ്കിലും, ഈ വെളുത്ത വസ്ത്രം പരിശുദ്ധതയുടെ പവിത്രയുടെ വസ്ത്രം
മാനിച്ചെങ്കിലും നീ ഇങ്ങനെ എല്ലാവരെയും കുറിച്ച് പഴിച്ചാടി സംസാരിക്കരുത്. ഇല്ല, ഞാനൊന്നും പറയില്ല. എന്തൊക്കെ തന്നെയാലും മദ്രസ തുറന്നല്ലോ, നിങ്ങൾ പോക്കും തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു തരാം, ആഴ്ചയിൽ ഇങ്ങോട്ട് ഓടി വരണമെന്നില്ല കേട്ടോ. അത് 15 ദിവസം കൂടുമ്പോഴോ ഒരു മാസത്തിലോ വന്നാൽ മതി. ആകെ തുച്ഛമായൊരു വരുമാനം കിട്ടുക. അതിനിടയിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് ഓടിയിട്ട് അതിൻ്റെ ചിലവ് അത് വെറുതെ ആക്കണോ? ഓഹോ, അപ്പോൾ അതാണ് കാര്യം ഉസ്താദ് വിചാരിക്കണം. ഓ, എണ്ണ ചിലവാന്ന് കരുതിയിട്ട് ഹേയ്, അതൊന്നും ആവാൻ ചാൻസ് ഇല്ല. ഉസ്താദ് മദ്രസയിലേക്ക് പോകുമ്പോൾ അവളൊന്ന് എണീക്കുകയോ അല്ലെങ്കിൽ ഒരല്പം ചായ ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നും പതിവ് പോലെ ഉമ്മ തന്നെയാണ്. ഉസ്താദാണെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എഴുന്നേറ്റ് അടുക്കളയിലെത്തും. ഒരു തുള്ളി ചായ വെള്ളം കുടിച്ച് പോയെങ്കിൽ എന്ന് കരുതിയിട്ട്. പക്ഷേ അറിഞ്ഞാൽ ഉമ്മ വരും. ഉമ്മ എന്തൊക്കെ തന്നെയാലും ഓടിയെത്തി മകൻക്കുള്ള ചായ ഉണ്ടാക്കി കൊടുക്കും. മോനെ, ഒന്നും തിന്നാതെ അങ്ങനെ പോവല്ലേ, ഇനി അവിടെ എത്തിയിട്ടല്ലേ. പോകുമ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റോ റസ്കോ റൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും അല്പം കഴിക്കും. അതൊക്കെയാണ് പതിവുള്ളത്. അന്നും ഉസ്താദ് മദ്രസയിലേക്ക് പോകുവാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. ശരിക്കും അവൾ അറിഞ്ഞിട്ട് പോലും ഒന്ന് എഴുന്നേൽക്കുകയോ പോയി നോക്കുകയോ ചെയ്തില്ല. അദ്ദേഹം കിച്ചണിലേക്ക് എത്തുന്നു. ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അവൾ മിണ്ടാതെ അനങ്ങാതെ കിടന്നു. അവിടെ ഉണ്ടാക്കി കുടിക്കട്ടെ, എനിക്കിപ്പോൾ എന്താ അങ്ങനത്തെ ഒരു തീറ്റി പോറ്റാണ് ഇത്ര വലിയ നിർബന്ധം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് വാതിലിനരികിൽ. അതേ സീനത്തെ, ഞാൻ പോയിട്ട് വരാം, അസ്സലാമു അലൈക്കും. അദ്ദേഹം പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയെങ്കിലും അവൾ അതിന് മറുപടി പറയുകയോ ഒന്ന് എഴുന്നേൽക്കുകയോ ചെയ്തില്ല. പാവം ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. മോനെ, ഇറങ്ങിയോ? ഉമ്മ പോട്ടെ, അസ്സലാമു അലൈക്കും. ഉമ്മയോട് സലാം പറഞ്ഞു ബൈക്കിൽ കയറി. ഉമ്മ സിറ്റ് ഔട്ടിൽ കോലായിൽ തന്നെ നോക്കി നിൽക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ട മകൻ പോകുന്നത് കാണുവാൻ. എന്നാൽ സ്വന്തം ഭാര്യയായ അവളുണ്ടല്ലോ, ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെയാണ് ആ റൂമിൽ കിടക്കുന്നത്. അറിയാഞ്ഞിട്ടല്ല. എന്നാൽ ഈ സമയം സീനത്ത് മനസ്സിൽ വിചാരിക്കുന്നു, മദ്രസയിലേക്ക് പോവുകയാണ്, ഉസ്താദിൻ്റെ ഭാര്യയുമായി എന്തോ അവിഹിതമുണ്ട്, അല്ലാതൊന്നും മൂപ്പര് പോവില്ല. ആയിക്കോട്ടെ, നടക്കട്ടെ, എല്ലാം ഞാനും കണ്ടുപിടിക്കും. എന്താന്നില്ലേ, എനിക്കൊന്നും പറ്റില്ല, അവർക്കതെല്ലാം പറ്റും എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേൽറ്റ് ഉമ്മയോട് പറയുന്നു, ഉമ്മ. എന്തേ സീനത്തെ മോളെ? ഉമ്മ, എന്താ ഷെഫിക്ക് ഗൾഫിലേക്ക് പോകുന്നില്ലേ? അത് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ വിസൻ്റെ കാലാവധിയെ കഴിയൂലേ, വേഗപ്പത്തന്നെ പോയിക്കൂടെ? ഉമ്മ പറഞ്ഞാൽ കേൾക്കും. ഉമ്മ, നല്ല ജോലിയൊക്കെ ഉണ്ട് ഗൾഫിൽ, എന്തിനാണ് ഇവിടെ ഈ തുച്ഛമായ ശമ്പളത്തിൽ മദ്രസ പഠിപ്പിക്കുന്നത്? ഉമ്മ പറഞ്ഞ എന്തായാലും കേൾക്കും. മോളെ, ഹൈറും ബർക്കത്തുള്ള ജോലിയാണ് മദ്രസ അധ്യാപനം എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും ഒരു മോശം പ്രവൃത്തിയല്ല. എല്ലാവർക്കും നല്ല രീതിയിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുന്ന, അള്ളാഹുവിനെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന ജോലി കൂടിയാണ് മദ്രസ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ. കാരണം എല്ലാം ഇസ്ലാമിക വിഷയങ്ങളാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടി ഇത്രയും കാലം അതിന് പോയില്ലേ, ഇഞ്ഞങ്ങനെ പോയിക്കോട്ടെ. ഉമ്മ, നിങ്ങൾ അറിയില്ലേ, ഈ വീടും ഒക്കെ നിൽക്കണത് നിങ്ങൾ കണ്ടില്ലേ, ഒന്ന് നന്നാവണ്ടേ? വീടൊക്കെ ഒരു വാഹനമൊക്കെ എടുക്കണ്ടേ? എന്തൊക്കെ ചുറ്റുപാട് ചെയ്യാനുണ്ട്? ഈ വെറും 4000-5000 രൂപ കൊണ്ട് ശമ്പളത്തിൽ എന്ത് ചെയ്യാനാണ് ഇവിടെ? ഉമ്മ പറഞ്ഞാൽ എന്തായാലും കേൾക്കും. ഇവിടെ നിർത്തിയാൽ പറ്റില്ല, പെട്ടെന്ന് പറഞ്ഞേക്കണം. എത്രയോ ജോലിയുടെ വാക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മോളെ, അതൊന്നും ഇതിൽ എന്താ ഉമ്മ, ജോലിയല്ലേ, ഏതും എടുത്താലും എന്താ, എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാൻ നോക്കി. ഉമ്മ വിചാരിച്ച് നടക്കും, ഞാൻ വിചാരിച്ചാലേ ഒരിക്കലും നടക്കൂല. അന്ന് മദ്രസയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ കോൾ. ഉമ്മ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് വിളിച്ചത്. മോനെ, അസ്സലാമു അലൈക്കും. എൻ്റെ കുട്ടി എപ്പോഴാണ് എത്തിയത്? ഉമ്മ, കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. പിന്നെ അത്ര രാവിലെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഉമ്മ, പിന്നെന്തൊക്കെയാ, സുഖല്ലേ? മോനെ, എൻ്റെ കുട്ടി എന്നാ വരിക? ഉമ്മ, ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഉമ്മാൻ്റെ കുട്ടി ചായ കുടിച്ചില്ലേ? ഉമ്മ, അതൊക്കെ കഴിച്ചു. പിന്നെ അല്ല മോനെ, സീനത്ത് ഉമ്മയെ നിർബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ ഉമ്മ അവിടെ പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു.
എൻ്റെ കുട്ടി പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചു, വിസ ഒക്കെ എടുത്തില്ലേ? അതിന് വെറുതെ ആക്കണോ? അത്രയൊക്കെ പൈസ മുടക്കിയിട്ട്? ഉമ്മ അത് കുറച്ച് കഴിയട്ടെ ഉമ്മ. എനിക്ക് മോനെ അത് പെട്ടെന്ന് പോവല്ലേ, അതിൻ്റെ കാലാവധി കഴിയും. ഉമ്മ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്? എൻ്റെ ഉമ്മയും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമോ? അല്ല മോനെ, അത് ഉമ്മ സീനത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മോനെ അത് ഉമ്മാക്ക് പറയുവാൻ മടിയായി. സത്യം പറയും ഉമ്മ, എൻ്റെ പെറ്റുമ്മയല്ലേ നിങ്ങൾ സീനത്ത് എന്താ പറഞ്ഞത്? അതെ മോനെ, ഞാൻ പറയുന്നത് ശരി തെറ്റാണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാം. എന്നോട് അവൾ പറഞ്ഞത് പെട്ടെന്ന് ഉസ്താദിനെ പറഞ്ഞേക്കാൻ നോക്കണം ഗൾഫിലേക്ക്. ഇവിടെ നിന്നാൽ വീടും സ്ഥലവും ഒന്നും ആവില്ലല്ലോ. ഈ ഒരു ചെറിയ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞ് കുറച്ച് വിശാലമായ വീടും കാര്യങ്ങളും തോട്ടവും വാഹനമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഗൾഫിൽ പോയാൽ മതിയാവും. ഇവിടെ നിന്നുള്ള തുച്ഛമായ വരുമാനം കൊണ്ട് എന്താക്കാനാ? അതാ പറഞ്ഞത്. ഉമ്മ ഞാൻ എങ്ങനെയെങ്കിലും പോയി കിട്ടണം, അതാണ് അവൾ ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ പോയിക്കോളാം ഉമ്മ. മോനെ നീ അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇല്ലുമ്മ, ആരും തെറ്റിദ്ധരിക്കാനല്ല, എല്ലാവരുടെയും ആഗ്രഹം നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അതാ ഉമ്മയുടെ ആ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ ഷെഫി ഉസ്താദിന് ഗൾഫിലേക്ക് എങ്ങനെയെങ്കിലും പോകണമെന്നുള്ള ഒരു തീരുമാനം അതുറപ്പായി. കാരണം എല്ലാവരും താൻ ഗൾഫിലേക്ക് പോകുവാൻ വേണ്ടി കൊതിക്കുന്നവരാണ്. വീട്ടിലെ ജോലികളും കാര്യങ്ങളും എല്ലാം മുഴുവനാക്കണമെങ്കിൽ ഞാൻ പോയേ തീരൂ. ഉസ്താദ് പുതിയൊരു തീരുമാനം എടുക്കുന്നു. ഇല്ല, മദ്രസ, പള്ളി അതെല്ലാം ഒഴിവാക്കിയിട്ട് ഗൾഫിലേക്ക് തിരിക്കുക. അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി തയ്യാറാവുക. ഗൾഫിലേക്ക് പോകുവാൻ വേണ്ടി വാങ്ങിയ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഇനി വൈകിക്കണ്ട, ടിക്കറ്റ് എടുക്കുക, പോവുക, കിട്ടുന്ന ജോലി ചെയ്യുക. ഉമ്മ അത് പറഞ്ഞപ്പോഴാണ് വല്ലാത്ത വിഷമം ഉസ്താദിനായത്. എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പോകണം. ഇൻഷാ അല്ലാഹ് പോയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സമ്പാദിച്ച് തിരിച്ച് അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിപ്പിച്ചു കൊടുക്കും. ഇൻഷാ അല്ലാഹ്. ഉസ്താദ് അതാ പുതിയ തീരുമാനമെടുക്കുന്നു. ഇനി വൈകിപ്പിക്കരുത്. ഒരിക്കലും ഇവിടെ ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല എന്നെനിക്ക് ഏറെക്കുറെ മനസ്സിലായി. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ആർക്ക് വേണ്ടി, എന്തിന്? ഇല്ല, ഞാൻ പോവുകയാണ്, നാട് വിട്ടു പോവുക, അതുതന്നെയാണ് നല്ലത്. ഉസ്താദ് പുതിയ തീരുമാനം എടുത്തുകൊണ്ട് അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ അരികിലേക്ക്. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ ഉസ്താദ് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, ഇപ്പോൾ ഒരുപാട് സുഖമുണ്ട് മോനെ. അൽഹംദുലില്ലാ. റാഹത്തല്ല മോനെ? ഉസ്താദേ അതെ, റാഹത്താണ്. ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തു പറ്റി മോനെ? ഒന്നുമല്ല, ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്, അറബ് നാട്ടിലേക്ക്. മോനെ, ആ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഷെഫി ഉസ്താദ് കണ്ടു. ഉസ്താദ് കരയില്ലേ? എൻ്റെ കുട്ടി എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിക്കണ്, ഒരുപാട് എനിക്ക് സഹായം ചെയ്തിക്കണ്. ഹോസ്പിറ്റലിലൊക്കെ എന്നെ നോക്കി നിന്നിക്കണ്. പഠിച്ച റബ്ബ് എൻ്റെ കുട്ടിയെ നന്നാക്കും, നോക്കിക്കോ. ഉസ്താദിൻ്റെ കൈകൾ മുത്തിക്കൊണ്ട് ഗുരുനാഥൻ അതാ ദുആ ചെയ്യുന്നു. ഉസ്താദിൻ്റെ കുട്ടി പോയിക്കോളി, അള്ളാഹു നിങ്ങളെ നന്നാക്കും. ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. എടി ഫാത്തിമ, ഭാര്യ ഓടിയെത്തുന്നു. ഷെഫി ഉസ്താദ് പോവുകയാണ്. എങ്ങോട്ട്? അല്ല, ഗൾഫിലേക്ക് പോവുകയാണ്. ദുആ ചെയ്യണം കേട്ടോ. ഓ നന്നാവും. ഓ നമ്മളെ നോക്കിയതാണ്. നമ്മൾ വയ്യാത്ത സമയത്ത് നമ്മളെ സംരക്ഷിച്ചത് ഓനാണ്. അതുകൊണ്ട് നന്നാകും ഇൻഷാ അല്ലാഹ്. ഉസ്താദിൻ്റെ അനുഗ്രഹം ലഭിച്ച ഷെഫി ഉസ്താദ് അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. ടിക്കറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നു. ഇനി ഒരിക്കലും താമസിച്ചുകൂടാ, വേഗം ഇറങ്ങണം. ഇനി ഒരിക്കലും ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പാവം എൻ്റെ ഉമ്മാനെ കൊണ്ടുവരെ അവൾ പറയിപ്പിച്ചു. അവളെ കളി നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ശരിക്കും ഷെഫി ഉസ്താദിനെ മനസ്സ് വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട ജോലി, എൻ്റെ പ്രിയപ്പെട്ട മദ്രസ അധ്യാപകൻ എന്ന സ്വപ്നം ഇതാ ഇവിടെ തകർന്നടിയുകയാണ്. അതിവിടെ നിൽക്കുകയാണ്. അല്ലാ, മദ്രസയിൽ പോയി തിരിച്ചു വരുമ്പോൾ
ഒരിക്കൽ കൂടി ഉസ്താദ് അത് നോക്കി. ആ ഒരു മദ്രസ, റബ്ബേ, ഇത്രയും കാലം ഞാൻ പഠിപ്പിച്ചത്, ആ പള്ളി, ഞാൻ ദിവസം ഓതി പഠിച്ച പള്ളി, എൻ്റെ ഉസ്താദ്, എൻ്റെ കൂട്ടുകാർ, അതെല്ലാം എനിക്ക് ഏതാനും നിമിഷങ്ങൾക്കകം മിസ്സാകും. ഷെഫി ഉസ്താദ് സങ്കടത്തോടെ വിതുമ്പിക്കൊണ്ടാണ് ആ പടി ഇറങ്ങിയത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.